അനിൽ സാറേ, നമസ്കാരം. നമ്മൾ കുറച്ച് നാളുകളായിട്ട് സഭാ വാർത്തകളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വ്യത്യസ്തമായിട്ട് ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ചർച്ച ചെയ്താൽ കൊള്ളാവുന്നൊരു ആഗ്രഹം ഉണ്ട്. അത് സംസാരിക്കാൻ കഴിവുള്ള ആൾ താങ്കൾ തന്നെയാണ്. അതുകൊണ്ടാണ് തിരക്കിനിടയിലും താങ്കളെ തപ്പിപ്പിടിച്ച് നിർബന്ധിച്ച് ഞാൻ എന്നെ ഉൾക്കൊണ്ടിരുത്തിയത്. അപ്പോ ഇപ്പൊ ഇറാൻ യുദ്ധം നമുക്കറിയാം. ഇസ്രായേലും അമേരിക്കയും എല്ലാം കൂടി ചേർന്ന് ഇറാനെ യുദ്ധം നടത്തുന്നു. അറേബ്യൻ രാജ്യങ്ങൾ തന്നെ വളരെ കൂടുതൽ ഇറാനെതിരാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ടെലിവിഷൻ ചാനലുകളും ഈ ഇറാന്റെ ഈ മതഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള വാർത്തകളും പ്രചരണങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സത്യസന്ധമായ ഒരു വിലയിരുത്തലാണ് ഇവർ നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു സംശയമുണ്ട്. എന്താണ് അങ്ങേക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇത് തീർച്ചയായിട്ടും ഏകപക്ഷീയമാണ് നമ്മുടെ കേരളത്തിലെ ചാനലുകൾ. അതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇവിടെയുള്ള മുസ്ലിം ജനവിഭാഗത്തിൻ്റെ അംഗസംഖ്യ അതൊരു പ്രധാന വിഷയമാണ്. നമ്മുടെ നാട്ടിലെ ഈഴവ സമൂഹവും ഇസ്ലാമിക സമൂഹമാണ് ലീഡിങ് കമ്മ്യൂണിറ്റി, തൊട്ടുതാഴെ ക്രൈസ്തവർ. ഇതാണ് ഇതിൻ്റെ ഒരു ഡെമോഗ്രഫി. അപ്പോൾ ഇതിൻ്റെ വ്യൂവേഴ്സ് തങ്ങൾക്കൊപ്പം നിൽക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിനപ്പുറത്ത് അതിനകത്ത് ആത്മാർത്ഥത ഉണ്ടോ എന്ന് പോലും പറയാൻ പറ്റില്ല. പിന്നെ മീഡിയ വണ്ണ് അത്തരമൊരു ചാനലായതുകൊണ്ട് അവരത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അവരെക്കാൾ ആവേശത്തിൽ മറ്റു ചില ചാനലുകളും വസ്തുതാവിരുദ്ധമായിട്ട് ഇസ്രയേലിനെ അമേരിക്കയെ ഏകപക്ഷീയമായിട്ട് ആക്രമിക്കുകയും മറ്റ് കാര്യങ്ങളെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു രീതി ശരിയല്ല. അപ്പൊ വാസ്തവത്തിൽ ഈ മാധ്യമങ്ങൾക്ക് ഒരു സത്യസന്ധതയുടെ ഒരു നിലപാട് സ്വീകരിക്കണ്ടേ അവര്? എന്തുകൊണ്ടാണ് നമ്മളാരും അന്ധമായിട്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരല്ല. ഇസ്രായേലിന്റെ ഏത് രാജ്യത്തെ ആണേലും തോന്നിവാസങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളാണ് നമ്മളെ പോലെയുള്ള ആളുകൾ. അന്ധമായിട്ട് ഇസ്രായേലിനെ അംഗീകരിക്കുന്നവരും അതിനുവേണ്ടി വാദിക്കുന്നവരും വഴക്കുണ്ടാക്കുന്നവരും ഉണ്ടായിരിക്കാം. പക്ഷെ ഇവിടുത്തെ ഈ അടുത്ത നാളിലുണ്ടായ ആ കളിക്കളത്തിൽ കയറി 10,000 പേര് വെടിവെച്ച് കൊന്ന് കഥകൾ ഉൾപ്പെടെ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുഴപ്പം ഇസ്രായേലിന്റെ അല്ലല്ലോ. അപ്പൊ അവിടെ മുതൽ ഒരു അതിജീവിതത്തിന്റെ അല്ലെ, അതെ, ഒരു ഭാഗമായിട്ടാണല്ലോ അവർ ഈ കാര്യങ്ങൾ ഇടപെടുന്നത്. അപ്പൊ ഒരു നീതിയും സത്യസന്ധതയും ധാർമ്മികതയും പുലർത്താൻ ഈ മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. സത്യസന്ധമായ റിപ്പോർട്ടല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെ അതെ, വൺ സൈഡ് തന്നെ പോയിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ വൺ സൈഡ് തന്നെ. അതിലൊരു വസ്തുതയുള്ളത്, ഈ ഇസ്രയേലിനെതിരെ ഇടതുപക്ഷ ബുദ്ധിജീവികളും ഇന്ത്യയിലെ ഇസ്ലാമിക ബുദ്ധിജീവികളും പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം ഈ സ്ഥലം പാലസ്തീനികളുടെയാണ്. ആ സ്ഥലം കയ്യേറിയതാണ്, ഇസ്രയേൽ കയ്യേറിയതാണ്. ഓക്കെ, അത് തത്വത്തിൽ അംഗീകരിക്കാം. അങ്ങനെ അല്ല, തത്വത്തിൽ അംഗീകരിച്ചാൽ ഇതേ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നമ്മൾ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് അട്ടപ്പാടിയിൽ എന്ത് സംഭവിച്ചു, അതിൽ ഇടുക്കിയിൽ എന്താ സംഭവിച്ചേ? ആദിവാസിയുടെ ഭൂമിയായിരുന്നല്ലോ. അത് കയ്യേറിയവരെ കുറിച്ച് പറയുമ്പോൾ ഒരക്ഷരം ഇടതുപക്ഷ ബുദ്ധിയൊന്നും മിണ്ടത്തില്ല, ഒരക്ഷരം മിണ്ടത്തില്ല. അപ്പൊ ഭൂമിയുടെ രാഷ്ട്രീയം കേരളത്തിൽ ചർച്ചയാകുമ്പോൾ മൗനം അവലംബിക്കുകയും വിദേശ രാജ്യങ്ങൾ ഇത് കാണുമ്പോൾ അത്യാവശ്യത്തോടെ അവർ ചാടി വീഴുകയും ചെയ്തൊരു കാഴ്ചപ്പാട് കാണാറുണ്ട്. അതാണ് ആ ഒരു വിഷയം. ഇരട്ടത്താപ്പാണ് തീർച്ചയായിട്ടും. അത് മുസ്ലിം പൊളിറ്റിക്സിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക. പണ്ട് സദ്ദാമിന്റെ കാലത്ത് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലം ഓർമ്മയുണ്ടല്ലോ. അല്ല, അത് ശരിയാണ്. ഈ ആദിവാസി ദരിദ്രരായ ആളുകളുടെ ഭൂമിയുടെ നാട്ടുകാർ കയ്യേറി അവരെല്ലാം അടിച്ചിറക്കിയിട്ടും അത് തിരിച്ചു വാങ്ങിച്ചു കൊടുക്കാനോ ഇഷ്ടംപോലെ ഭൂമി കിടക്കുമല്ലോ. 5 ലക്ഷത്തോളം 5 ലക്ഷം ഏക്കർ ഇന്ത്യ കിടപ്പുണ്ട്, കേരളത്തിൽ കിടപ്പുണ്ട് കൊടുക്കാനായിട്ട്. അത് തിരിച്ചെടുത്ത് ഈ പാവങ്ങൾ കൊടുക്കാൻ ഒരു ഗവൺമെന്റും തയ്യാറല്ല, ആരും തയ്യാറില്ല. പട്ടയം മറ്റുള്ള ആൾക്ക്, ഇവരുടെ ഭൂമി പിടിച്ചെടുത്തവർക്ക് പട്ടയമുണ്ട്, അവർക്കുണ്ട്. ജാനുവിനും കൂട്ടർക്കൊന്നും പട്ടയമില്ല. യഥാർത്ഥ ഉടമകൾ പുറത്താ. ഇതിനെതിരെ ഒരക്ഷരം, ഒരു അപലപിക്കലിന് പോലും തയ്യാറില്ലാത്തവരാണ്. ഇസ്രയേൽ വില കൊടുത്തു വാങ്ങിയ ഭൂമിയാണ്. അവരുടെ കമ്പനികൾ ഉത്പാദിപ്പിച്ച അവർക്ക് കിട്ടിയ ലാഭം കൊണ്ട് വന്ന് ഈ രാജ്യത്തിന്റെ ഓരോ ഭാഗങ്ങൾ വില കൊടുത്ത് വാങ്ങുകയാണ്. അന്നൊരു പ്രശ്നം കൂടെ ഉണ്ടാകുന്നുണ്ട്. ഈ യോർദാനെ വിഭജിക്കുമ്പോൾ ഇസ്രായേൽ പിന്നെ നമ്മൾ വേൾഡ് വാർ എന്ന് പറയുന്ന രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞു, 1-ാം ലോകമഹായുദ്ധം കഴിയുമ്പോഴേ ഇവർ ചെല്ലുന്നുണ്ട്. ചെന്ന് ഇന്ന് കാണുന്ന ഇസ്രയേൽ അല്ല, ആർക്കും വേണ്ടാത്ത മരുഭൂമിയാണ്. അവരവിടെ വന്നപ്പോൾ അവിടെ താമസിച്ചിരുന്ന പാലസ്തീനികളുടെ പക്കൽ നിന്ന് ഭൂമി വില കൊടുത്തു വാങ്ങിയതാണ്. വില കൊടുത്തു വാങ്ങിയ ഒടുവിൽ തദ്ദേശവാസികൾക്ക് പ്രയാസമായി ഈ സംഘർഷങ്ങൾ ഉണ്ടായപ്പോൾ ഈ ഒരു ഒത്തുതീർപ്പ് വെക്കുകയാണ് ബ്രിട്ടൻ. അതനുസരിച്ച് യോർദാന്റെ അങ്ങേക്കരയിൽ
നിങ്ങളും ഇങ്ങേക്കരയിൽ ഇസ്രയേൽ ഇതാണ് വെച്ചിരുന്നത്. അതെ, അതെ. അന്ന് ഇവരെ പിന്തുണച്ച അറബ് രാജ്യങ്ങൾ പറഞ്ഞു പറ്റില്ല, നിങ്ങളുടെയാണ് മൊത്തം ഭൂമി, ഇസ്രയേൽ പോകണം ഇത് പറഞ്ഞു. കൊടുക്കുക ഈ യോർദാൻ എന്ന് പറഞ്ഞ ആ ലാൻഡ് ഉണ്ടല്ലോ, നമ്മൾ വിസിറ്റിംഗ് ഈ ലാൻഡ് ചോദിക്കാതെ കിട്ടിയതാ. അത് കിട്ടണ്ടോ? ഇല്ല. ഇന്നവിടെ ഭരിക്കുന്ന ഭരണകൂടം ഡിമാൻഡ് ചെയ്യാതെ കിട്ടിയതാ. കാരണം ബ്രിട്ടന്റെ കീഴിൽ വന്നപ്പോൾ ഈ സ്ഥലം ആർക്കും വേണ്ട, ഇവർക്ക് വേണ്ട, മറ്റവരെ കയറ്റത്തുമില്ല. മറ്റവർക്ക് കിട്ടിയാൽ കൊള്ളാറുണ്ട് ഇസ്രയേലിന്. അപ്പോൾ മക്കപ്പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു, ഒരു കുലീനത്തുള്ള. ഈ കുടുംബത്തെ വിളിച്ച് ഇവിടെ വാഴിച്ച് നിങ്ങൾ ഇതെടുത്തോളാൻ പറഞ്ഞ് ബ്രിട്ടൻ ഫ്രീ ആയിട്ട് കൊടുത്തതാണ് ഇന്ന് അമാൻ എന്നറിയപ്പെടുന്ന യോർദാൻ, ആ രാജ്യം. അത് ഇന്നത്തെ പാലസ്തീനുകൾക്ക് കിട്ടണ്ട, അവർക്കത് വേണ്ടെന്ന് അന്ന് അവർ സ്വീകരിച്ചിരുന്നേരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ഇനി ഇവരുടെ പേരിൽ പിരിച്ച ഫണ്ടുണ്ട്, പെട്രോൾ ഡോളർ, വൻ തുകകളാണ് യാസർ അറാഫത്തൊക്കെ പിരിച്ച് ഖത്തറിലുമൊക്കെ വന്ന് കിടന്ന് പിരിക്കുക, കുവൈറ്റിലുമൊക്കെ. ഇനി യാസർ അറാഫത്തിന് അഭയം കൊടുത്ത മുഴുവൻ രാജ്യത്തിനും പുള്ളി പാര വെച്ചിട്ടുണ്ട്, സകല രാജ്യത്തിനും. ആ രാജ്യം എതിരെ നിന്നിട്ടുണ്ട് ഈ PLOക്കൊക്കെ. അങ്ങനെ ചെയ്തിട്ട് ഈ ഡോളർ മാത്രം മതിയായിരുന്നു നല്ല ആശുപത്രികൾ, യൂണിവേഴ്സിറ്റികൾ, ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ കെട്ടിപ്പൊക്കാം. പകരം ഇവർ ഉത്പാദിപ്പിച്ചെല്ലാം ബോംബാണ്, മിസൈലാണ്, മാരകായുധങ്ങളാണ്. എന്നിട്ട് കുട്ടികൾ ഇതേ പട്ടിണി കിടക്കുന്നു, അവർക്ക് ആഹാരമില്ല, വെള്ളമില്ല, ചികിത്സയില്ല. അത് നമുക്ക് തിരിച്ചു വരുന്നതിന് ഒരു കാര്യം കൂടെ. ഇത് എനിക്ക് BC അബ്രഹാമിന്റെ കാലഘട്ടമൊക്കെ BC 5000-ലാണ്, 5000. BC അബ്രഹാമിന്റെ കാലഘട്ടം ഒരു 2500-500 വരും. ആ കാലഘട്ടത്തെ ഇവർക്ക് തന്നെ അബ്രഹാമിന്റെ സന്തതി പരമ്പരകളാണല്ലോ ഈ പ്രദേശം അവർക്ക് അവകാശപ്പെട്ടതല്ലേ ഇത്രയും വർഷങ്ങളായി. ഈ സ്ഥലം അബ്രഹാം വന്ന് കുടിയേറുന്നുണ്ട്. അതിനു മുമ്പ് അവിടെ ഒരു ഡൈനസ്റ്റി ഉള്ളത് മറ്റേ മൽക്കീസദേക്ക് ഭരിച്ചു എന്നൊരു തെളിവുണ്ട്. ആ രാജ്യം അബ്രഹാമിന്റെ സന്താന പരമ്പരകൾ സെറ്റിൽഡ് ആകുകയാണ്. ഇവർ പിന്നെ ഇടക്കാലം കൊണ്ട് ഈജിപ്തിലേക്ക് സ്കാറ്റേഡ് ആകുക, പ്രവാസികളായി പോവാണ്. തിരിച്ച് ഇതേ സ്ഥലത്ത് ഇവർ വരികയാണ്. ഇവർ വരുമ്പോൾ ഒരു കാര്യമുണ്ട്, ഫിലിസ്തീൻസ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണ് അവിടെ ഉണ്ട്. ഇന്നത്തെ പാലസ്തീനികളല്ല. അത് നമ്മൾ ഈ മാമാങ്കം നടത്തിയിട്ട് സ്ഥലം രാജാക്കന്മാർ കൊടുക്കുന്ന പതിവ് കേരളത്തിലുണ്ടായിരുന്നല്ലോ. ഇതുപോലെയാണ് പഞ്ചമഹാനഗരങ്ങൾ ദാവീദുമായിട്ട് മത്സരിച്ച് ഗോലിയാത്തിന്റെ കയ്യിൽ നിന്ന് പോവാണ്. എന്നെ തോൽപ്പിച്ച് ഇത് മൊത്തം കിട്ടും, ബെറ്റ് വെക്കുക. നമ്മൾ അത് ആദ്യം കേട്ട കഥയാന്ന് തോന്നും. പക്ഷെ മാമാങ്കം കേരളത്തിൽ നടന്ന കഥ പഠിച്ചാൽ അന്ന് അവിടെ നടന്നു എന്നും മനസ്സിലാവും. അങ്ങനെയാണ് അസ്കലോൻ, അസ്തോദ്, എക്രോൻ, ഗത്ത്, ഗസ, നമ്മൾ ഗാസ എന്ന് പറയും. ഇത്രയും സ്ഥലങ്ങൾ മാത്രമാണ് പാലസ്തീൻ്റെത് അന്ന് കിട്ടിയതാണ്. പിന്നെ ഈ രാജ്യം എക്സ്റ്റെൻഡ് ചെയ്ത് വന്നു. ഇന്ന് പാലസ്തീൻ എന്ന പേര് പോലും വന്ന എങ്ങനെയാണെന്നറിയും. റോമക്കാര് രാജ്യം ഭരിക്കുമ്പോൾ ഇസ്രയേലിയരുടെ ശത്രുക്കളുടെ പേര് ആ സ്ഥലത്തിനിട്ട് അവഹേളിക്കാൻ വേണ്ടിയിട്ട പേരാണ് പാലസ്തീൻ, ദ ലാൻഡ് ഓഫ് ഫിലിസ്റ്റീൻസ് എന്ന അർത്ഥത്തിൽ. അത് നമ്മളിങ്ങനെ തുടർന്നു പോരുകയാണ്. ഇപ്പൊ എന്റെ കൂടെ ഒരു ചർച്ചയ്ക്ക് വന്നൊരു PJ വിൻസെന്റ് ഉണ്ട്, അതെ അതെ, അദ്ദേഹം നമ്മുടെ അതെ കണ്ണൂർ. ഇത് ഇവരൊക്കെ എങ്ങനെ വിദേശകാര്യ വക്താവായി പുള്ളിയുടേത് വളരെ ശുദ്ധാബദ്ധമാണെന്ന് എനിക്ക് തോന്നുന്നു. ശുദ്ധാബദ്ധം. അദ്ദേഹത്തെയൊക്കെ വിളിച്ച് വിദേശകാര്യ വക്താവെന്ന് പറഞ്ഞ് ഇരുത്തരുത്. ഒരു വിവരവും അതേപ്പറ്റി ഇല്ല. ഇത് കാണുന്ന സുഹൃത്തുക്കൾക്ക് മനസ്സിലാകണം. കാരണം 2-3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ക്ഷുഭിതനാവുകയാണ്. വല്ലാതെ ചൂടായിട്ട് ആ ചർച്ച 1-2 മണിക്കൂറുള്ള ചർച്ചയാണ്. ഇങ്ങനെ നമ്മൾ ഇരിക്കുന്ന പോലെ ഭയങ്കരമായിട്ട് ചൂടായിട്ട് പിന്നെ വംശീയമായിട്ടൊക്കെ പുള്ളി സംസാരിച്ചു. അദ്ദേഹം ക്രൈസ്തവനാണ്, അത് പോകുന്നതിൽ പുള്ളിക്ക് ദുഃഖമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ സഖാവ് എന്നുള്ള പദവി എല്ലാം പെട്ടെന്ന് വിട്ടുപോയി. പുള്ള പിടി വിട്ടുപോയി. ഞങ്ങൾ ആ വീഡിയോ അതുപോലെ ഇട്ടിട്ടുണ്ട്. എന്താണ് ഈ പറയുന്ന ഒരു പിടിയില്ല. ഇതിന്റെ അർത്ഥമുള്ളൂ ഈ ഇസ്ലാമിക പൊളിറ്റിക്സിനെ പ്രീണിപ്പിക്കുക. അതായത് ഇവർക്കും ആത്മാർത്ഥതയില്ല. ഇവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഇതിങ്ങനെ അല്ല എന്ന്. ഈ ഇടതുപക്ഷക്കാർക്കെല്ലാം അറിയാം സംഭവം ഇത് അങ്ങനല്ല. മനസ്സിലായി. അപ്പൊ ഇനി അതിനുശേഷം ഇവർക്ക് 48-ൽ രാജ്യം തിരിച്ചു കിട്ടിയല്ലോ. ബ്രിട്ടീഷുകാരുടെ കൈവശം ഇരുന്നപ്പോഴാണല്ലോ രാജ്യം തിരിച്ചു കിട്ടുന്നത്. അതിന് എനിക്ക് തുർക്കികളൊക്കെ അതിന് ഭരിച്ചിരുന്നല്ലോ അല്ലേ. തുർക്കികളുടെ കയ്യിൽ നിന്ന് ബ്രിട്ടന്റെ കയ്യിലേക്ക് വരുന്നു. ബ്രിട്ടന്റെ കയ്യിൽ കിടന്ന രാജ്യം ഇവര് വില കൊടുത്ത് വാങ്ങിച്ചു. എന്നിട്ട് പിന്നെ യുദ്ധം ചെയ്ത് അവരുടെ കാലകീഴാകും. അതെ 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 അതെ. പക്ഷെ ഇതിനകത്ത് ബിബ്ലിക്കലായിട്ട് ഒരു സംശയം കൂടെ ചോദിക്കുന്നു. നമ്മുടെ പാസ്റ്റേഴ്സും ഒക്കെ പ്രസംഗിച്ച് കേൾക്കുന്ന ഒരു വസ്തുത, യഹൂദന്മാരെല്ലാം കൂടെ ചേർന്ന് അവരുടെ രക്ഷയ്ക്ക് കൂടിയാണല്ലോ ക്രിസ്തു ജനിച്ചത്. ക്രിസ്ത്യൻ ജനത്തെ അംഗീകരിച്ചില്ല, ദൈവമായിട്ടും അംഗീകരിച്ചിട്ടില്ല. അവരുടെ മെസ്സിഹാനി വരുമെന്നാണല്ലോ പറയുന്നത്. അപ്പൊ അങ്ങനെ യഹൂദന്മാർ ക്രിസ്തുവിനെ അംഗീകരിക്കാതെ കൊന്നതിന്റെ ഫലമായിട്ടാണ് AD 70-ൽ ടൈറ്റസ് ഇസ്രായേൽ കീഴടക്കിയെന്ന് രാജ്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വ്യാഖ്യാനവും പഠനവും ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലെ സ്ഥാനം പ്രസംഗിക്കണം. അതിനകത്ത് അനിൽസാറിന്റെ അഭിപ്രായം എന്തുവാ? അതൊക്കെ ഒരു തെറ്റായ വ്യാഖ്യാനമാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പകവച്ചിടപെടുന്ന ഒരു ദൈവം അല്ലത്. തീർച്ചയായിട്ടും അതിനി 70 അത്രയും വർഷം കഴിഞ്ഞിട്ടെന്ന് അത് കഴിയണ്ടേ.
ഈ 2000 ആണ്ട് കഴിഞ്ഞിട്ട് ഈ പക വെച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അത് വേറൊരു സംഭവം. പക്ഷെ ജൂതൻ പോയി വാങ്ങി കെട്ടിയത് അവന്റെ കയ്യിലിരിപ്പുണ്ട്. അതില്ലെന്ന് പറയാനൊക്കത്തില്ല. തീർച്ചയായിട്ടും ചരിത്രത്തിൽ അവൻ ഒത്തിരി തിന്മകൾ ചെയ്തിട്ടുണ്ട്, നന്മയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രത്യാഘാതം അവന് കിട്ടി. അതൊരു സത്യമാണ്. അപ്പോൾ ഇവര് ലോകത്തിന്റെ പലയിടത്ത് ചെതറി തിരിച്ചവർ വന്നു. തീർച്ചയായിട്ടും യേശുവിനെ ക്രൂശിച്ച ഇവനെ നമ്മൾ എന്തിനാണ് പിന്തുണയ്ക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ യേശുവിനെ ക്രൂശിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി തന്നെയായിരുന്നു. അതിന് നമ്മൾ എന്തിനാണ് പിണങ്ങുന്നത്? അല്ല അന്ന് അങ്ങനെ പക വെച്ചവരോട് ഇടപെടണോ? അതിനകത്ത് അർത്ഥമില്ല, ഒരർത്ഥവും ഇല്ല. യേശുവിനെ ക്രൂശിച്ച യൂതന്റെ കൂടെയാണോ നിങ്ങൾ നിൽക്കുന്നത്? യേശുവിനെ ക്രൂശിക്കേണ്ടത് ബൈബിളിലെ ഒരു പ്രവചന നിവൃത്തി എന്ന നിലയിൽ, ദൈവിക നിയോഗം, ദൈവത്തിന്റെ നടപ്പിലാക്കൽ പദ്ധതി എന്നുള്ള നിലയിൽ നമ്മൾ യഹൂദനെ അംഗീകരിക്കാം. പക്ഷെ മറുവശത്തിൽ പൊളിറ്റിക്കൽ വ്യൂവിൽ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും കർത്താവിനെ പിടിച്ച് ക്രൂശിച്ച ജീവന്മാരെ എന്തിനാ ഈ നമ്മളൊരു ഇന്നുള്ള ജൂതന്റെ തലമുറ എന്ത് പിടച്ചു? ഇവര് ക്രൈസ്തവരുമായിട്ട് നല്ല ബന്ധമല്ലേ? അവരും മുസ്ലിങ്ങളുമായിട്ട് നല്ല ബന്ധമാണ്. അതായത് ഇസ്രായേലില് ഇസ്ലാമിന് അവർക്ക് മന്ത്രിയുണ്ട്, എല്ലാ നിലയും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അവരെ ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. ആക്ച്വലി ഇസ്രായേൽ ജൂതരാഷ്ട്രം എന്ന് പറയുമ്പോൾ മതേതരത്വം പാലിക്കുന്ന രാജ്യം. തീർച്ചയായിട്ടും അല്ല, പതിനായിരക്കണക്കിന് മുസ്ലിംസ് താമസിക്കുന്നുണ്ടല്ലോ പല സ്ഥലങ്ങളിലുമായിട്ട്. അവർക്കൊന്നും ഈ പ്രശ്നങ്ങളില്ല. ഇല്ല, അവര് ആ ഇസ്രായേലി സിറ്റിസൺ. അതെ അതെ അതെ, അവര് ജോലിയൊക്കെ ചെയ്ത് വളരെ സമ്പല സമർത്ഥമായിട്ട് ധനാഢ്യരായിട്ട് തന്നെ പട്ടിണിയും പരിവട്ടമെല്ലാം ജീവിച്ചു പോവുക. അടുത്തൊരു കാര്യം, ഒരു യഹൂദൻ ഇസ്ലാമായി അല്ലെങ്കിൽ യഹൂദൻ നിരീശ്വരവാദിയായി, യഹൂദൻ ക്രിസ്ത്യാനായി, അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. അവരാരും ശ്രദ്ധിക്കുന്നുമില്ല. നീ ആയെങ്കിൽ ആയി, അത്രേ ഉള്ളൂ. അല്ല ഇതിനകത്ത് പോയി അവര് ബോംബിടുവോ, അത് ആ പരിപാടി ഒന്നും അവിടെ ഇല്ല. ഇവർക്ക് പിന്നെ എന്തിന് ഈ മര്യാദയ്ക്ക് മനുഷ്യന് ഭൂമി ജീവിച്ചപ്പോൾ ഈ ഭീകരവാദം ഇത് എല്ലാം ഈ നമുക്ക് ഒരു വിധത്തിൽ അംഗീകരിക്കാനും കൊണ്ട് പറ്റുന്നില്ല. ഇത്തരം സമൃദ്ധമായ രാഷ്ട്രത്തെ സുഖമായിട്ട് ജീവിക്കുക എന്നൊക്കെ നമ്മളെക്കാളൊക്കെ എത്ര പറഞ്ഞാലും സുഖകരമായ ജീവിതം തന്നെയാണ് ഈ വികസിത രാജ്യങ്ങളിലെല്ലാം തന്നെ. ഇറാനെ സംബന്ധിച്ചോളം അല്ല, ഇത്തരം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സമ്പദ്സമൃദ്ധിയോടെ പോകേണ്ട ഒരു രാജ്യമാണ്. അതിലുകൊണ്ട് ഈ ഷാ ഭരണകൂടത്തെ 79 അട്ടിമറിയിലൂടെയാണ് ഇന്നത്തെ കൊമേനിമാര് പിടിച്ചെടുക്കുന്നത്. ശരിക്കും കൊമേനി എന്ന് പറഞ്ഞ ഇദ്ദേഹമല്ല, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണോ? അല്ല, ഇദ്ദേഹത്തിന്റെ ഒരു ഗുരു, ഒരു മെൻഡറാണ് കൊമേനി. ഇത് കമൈനിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നൂറുള്ള കൊമൈനി ഉണ്ട്. അപ്പൊ ആ കൊമൈനിയെ ഭരണത്തിലെത്തിക്കാൻ വേണ്ടി അതിന്റെ ഫ്രണ്ട് റണ്ണർ ആയിരുന്നു ഈ കമൈനി എന്ന് നമ്മൾ പറയുന്ന കക്ഷി, മരിച്ചുപോയാള് അടുത്ത കാലത്ത്. അപ്പോ ഇവരെ നിർത്തിക്കൊണ്ട് നടത്തിയ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് പിടിച്ചെടുക്കുക ഇത്. അപ്പോൾ ഒരുവിധം ജനാധിപത്യമൊക്കെ പോയി എല്ലാ മതങ്ങൾക്കും തുല്യതയൊക്കെ ഉള്ള ഒരു രാജ്യത്തിൽ നിന്ന് മാറിയിട്ട് ഇത് തികച്ചും മതാധിഷ്ഠിതമായിട്ട് പോവാണ്. അത് കാര്യം ആലോചിക്കണ്ടേ? ആദ്യം സാർ പറഞ്ഞതിലേക്ക് തിരിച്ചു വരണം. കാരണം ഈ ഫണ്ടൊക്കെ വാങ്ങി രാജ്യത്ത് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കുകയോ ഫാക്ടറികൾ സ്ഥാപിക്കുകയോ അല്ലെ, രാജ്യം വികസിക്കണം അല്ലെ, അങ്ങനെയുള്ള ഒരു തൊഴിലവസരങ്ങൾ ഉണ്ടാകണം, നല്ല ജീവിത സൗകര്യങ്ങൾ, സ്ട്രീറ്റ്, നല്ല റോഡുകൾ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് നാടിന്റെ വികസനം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യേണ്ടതിന് പകരം ഈ പൈസ പിടിച്ച് തുരങ്കം പണിതവന്മാർ അതിനകത്ത് ബോംബ് സൂക്ഷിച്ച് ജീവിക്കുന്നത് എന്തൊരു ലൈഫ് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, അതന്നെ ഇവർക്ക് എക്സ്റ്റേണൽ ത്രട്ടണിങ് എന്നുള്ള രാജ്യമല്ലേ ഇന്ത്യ പോലെയോ ഇസ്രയേൽ പോലെയോ. അതെ അതെ, ഒരു ത്രട്ടണിങ് എന്നുള്ള രാജ്യമായിരുന്നില്ല, ഉണ്ടാക്കിയെടുത്ത പ്രശ്നങ്ങളേ ഉള്ളൂ. ഈ മാരകായുധങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് സമ്പുഷ്ട യൂറേനിയത്തിന്റെ പ്രശ്നമാണ് ലാസ്റ്റ് വന്നത്. അല്ല, ഞാൻ ഇസ്രായേലില് ഈ പലസ്തീൻ അകത്ത് ഇവരെ ഈ 500 കിലോമീറ്റർ തുരങ്കമൊക്കെ വെച്ച്, അതെ, അതിന് പൈസ ഉണ്ടാകുന്നുണ്ടല്ലോ. അത് ഈ ഭീകര രാഷ്ട്രം ഇറാനാ കൊടുക്കുന്നത്. ഹോസ്പിറ്റലിനകത്തുനിന്നാണ് ഈ സംഗതി ഇങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ലാൻഡ് കൂടെ അവിടെ ഉണ്ടായി കഴിഞ്ഞുള്ള സ്ഥിതി എന്താ? അവരുടെ രാജ്യത്തിനകത്തൊരു ലാൻഡ് ഇങ്ങനെ കൊടുക്കുകയും അത് ഭയങ്കര ഭീഷണിയാവും. തീർച്ചയായിട്ടും അവരത് കിട്ടാനൊന്നും പോകുന്നില്ല. അത് ഒരു ദിവാസ്വപ്നമാണ്. പക്ഷെ അവസാന നാളുകളിൽ യഹൂദന് പരാജയം ഉണ്ടാവും എന്നൊക്കെ ഒരു പഠനം ഉണ്ടല്ലോ. അത് നമുക്ക് അങ്ങനെ അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് യഹൂദന് പെട്ടെന്നൊരു പരാജയം വരത്തക്ക സംഭവമൊന്നുമില്ല. ഒന്നാമതവരുടെ കൂടെ അമേരിക്ക സ്ട്രോങ് സപ്പോർട്ടാണ്. അതിന്റെ കാരണം അല്ല, ഞാൻ വേദപുസ്തക വ്യൂല അവർക്ക് വലിയൊരു പരാജയം എൻ്റെ ഒരു പഠനത്തിൽ കാണുന്നില്ലെന്ന് വെച്ചാൽ അപ്പുറത്ത് റഷ്യ വരുന്നൊരു വാറ് നടക്കുമെന്നാണ്. അപ്പൊ ആ വാറിൽ ഇസ്രയേൽ തന്നെയാണ് അന്തിമ വിജയത്തിലേക്ക് വരുന്നത്. കാരണം ഈ വാറിന്റെ വിജയം എന്താ? വാർ ഒരു യുദ്ധത്തിന്റെ വിജയം, വ്യോമയുദ്ധത്തിന്റെ വിജയം. അതെ, ആകാശത്തെ കൺട്രോൾ ചെയ്ത് നിർത്താം. അതെ അതെ. അപ്പൊ അവിടെ നിന്നാണ് അതിന്റെ എല്ലാം മേധാവിത്വം അവർക്കുണ്ട്. അല്ല, ഇസ്ലാം രാഷ്ട്രങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ UAE, അതുപോലെ തന്നെ കുവൈറ്റ്, ബഹ്റിന്, ദോഹ, നമ്മുടെ സൗദി അറേബ്യ, എത്രയോ യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ അമേരിക്കയേക്കാൾ എത്രയോ വലിയ പട്ടണങ്ങളാണ് സൗദി അറേബ്യയിലുള്ളതെന്ന് പറയുന്നു അല്ലെ. ഇത്ര സമൃദ്ധമായിട്ടാണ് അവർ ജീവിക്കുന്നത്. ഇവർക്ക് മാത്രം, ഇറാന് മാത്രം ഇങ്ങനെ ഒരു
പൈശാചിക പോരാട്ടം നമ്മുടെ ഭാഷയിൽ അത് ഈ ഷിയാകൾ കൂടുതലുള്ള സ്ഥലമാണ്. ഷിയാകളെ കുറിച്ച് അറിയാം. അറിയാം. സുന്നി ഷിയ എന്നും പറഞ്ഞ് രണ്ട് വിഭാഗങ്ങൾ ഇസ്ലാമിൽ ശക്തമായിട്ടുണ്ട്. അതിൽ ഈ സുന്നികളാണ് ഒരു ട്രഡീഷണൽ മുസ്ലിംസ്. അതിന് ഉപവിഭാഗങ്ങൾ ഒത്തിരി ഉണ്ട്. സുന്നികളിൽപ്പെട്ട ആളാണോ ഷാ? അതെ അതെ. ഓക്കെ. ഷാ അല്ല, ഈ കമൈനിമാര്. സോറി, അത് തന്നെ. ഷായും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഈ മതം ഉപയോഗിക്കുക ഇവര്. പക്ഷെ ഷായുടെ കാലത്ത് നമ്മള് പല ചാനലുകളിൽ ചർച്ച കേട്ടതും വായിച്ചതും ഒക്കെ വളരെ സമ്പൽ സമൃദ്ധമായ രാജ്യമായിരുന്നു ഇറാൻ എന്നാണ്. തീർച്ചയായിട്ടും. ടൂറിസ്റ്റുകളൊക്കെ വെള്ളക്കാരും ഒക്കെ കണ്ടോരം വന്ന് ഇറങ്ങി പോകുന്ന ഒരു സ്ഥലമായിട്ടാണ്. അതിന് വേറൊരു കാര്യം കൊണ്ട് ഒരു വംശീയതര പ്രശ്നങ്ങളുണ്ട്. അതായത് മറ്ററബ് രാജ്യങ്ങളായിട്ട് ഇവർക്ക് ബന്ധമില്ല. ഇല്ല, അറബ് ലീഗുമായിട്ടൊന്നും ബന്ധമില്ല. അതിന്റെ കാരണം അറിയോ? ഇവർ ആര്യാസ് എന്നാണ് അവരുടെ ക്ലെയിം. മറ്റേ അറാബ്സ് അല്ല. ഞങ്ങൾ ഇച്ചിരി കൂടിയ ബ്ലഡാണ്. ഹിറ്റ്ലർക്കുള്ള പോലെ ഇന്ത്യയിലെ ബ്രാഹ്മണർ പറയുന്ന പോലെയുള്ള ബ്ലഡാണ്. ആറാവ് നിങ്ങൾ ആരാണ്? നിങ്ങൾ പോകും. ഇങ്ങനെ കൂടെ പ്രശ്നം കമൈനിമാർക്കുണ്ടാ. പിന്നെ പക്ഷെ വേറെ കാര്യം പറയാം. അതിനകത്ത് നമ്മുടെ കേൾവിക്കാര് പറയുന്നത് എനിക്കറിയാൻ മേല. ഇറാനിയൻ ആളുകളെ കണ്ടാൽ ഒരു വ്യത്യസ്തതയുണ്ട്. അത് ഉണ്ടാകാം. അത് കണ്ടേക്കാം. കാരണം അത് ഇറാൻ പഴയ പാർട്ടികളായാലും സ്ത്രീകളായാലും എനിക്ക് വളരെ സൗന്ദര്യമുള്ള ആളുകൾ ഒരു വ്യത്യസ്തതയുണ്ട്. സാധാരണ അറബിയൻ അവർ ഇറാനിയൻസ് ആണ്. ഇറാനിയൻസ് കൺവെർട്ട് ചെയ്തിട്ടുണ്ട് മറ്റേ ഇസ്ലാമിന്റെ വരവോടുകൂടി. അതുകൊണ്ട് അപ്പൊ ഇത് ഷായുടെ മകനാണ് അമേരിക്കയിലുള്ളത് അല്ലേ? അതെ അതെ അതെ. അദ്ദേഹം വന്ന് ഭരണം ഏറ്റെടുത്ത് പ്രശ്നം തീരുവോ, അതോ ഇതിങ്ങനെ അങ്ങ് പോവോ? അത് നമുക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. കാരണം അത്തരം ലക്ഷ്യങ്ങളുണ്ട്. പൊളിറ്റിക്കലി ഒരു ലക്ഷ്യം, ഒരു ലാഭമില്ലാത്ത യുദ്ധത്തിലൊന്നും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ചാടില്ല. ലോകമഹായുദ്ധം ഉണ്ടാവുന്ന വെറുതെ പറഞ്ഞത്. ഈ ലോകമഹായുദ്ധത്തിന്റെ പദം തന്നെ തെറ്റാണ്. നമുക്ക് പ്രസംഗിക്കുമ്പോൾ പറയാന്നേ ഉള്ളൂ. ഒന്നാം ലോകമഹായുദ്ധം പോലും ഒന്നാം ലോകമഹായുദ്ധം അല്ല. എത്ര രാജ്യം കൂടിയത്. രണ്ടാം ലോകമഹായുദ്ധവും ലോകമഹായുദ്ധം അല്ല. അങ്ങനെ ഒരു വലിയ ലോകം, ഒരു മഹായുദ്ധം എന്നൊക്കെ പറയാവുന്നേ ഉള്ളൂ. അതിനൊന്നും ഒരു ഉള്ള സാധ്യതയിലേക്ക് അല്ല ഇത് പോകുന്നത്. കാരണം ആർക്കതിൽ താല്പര്യം. അങ്ങനെ പറയുകയാണെങ്കിൽ ഇതും ലോകമഹായുദ്ധം പറയാം. കാരണം എത്ര രാജ്യങ്ങളുണ്ട് ബാധിച്ചിട്ടുണ്ട്. അതെ അതെ. നമ്മൾ ഇന്ത്യ എടുക്കൊക്കെ നയമില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നയം തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. അതിനകത്ത് എന്താ ഇദ്ദേഹം ഇങ്ങനെ നയം എടുത്തേ? അപ്പൊ അത് എന്നിട്ട് ഇന്ത്യ എടുക്കാൻ പോകുന്ന ഒരു നയം ഒരിക്കലും നരേന്ദ്രമോദി സ്വന്തം ആലോചിക്കുന്നതല്ല. അതില് വിദേശകാര്യ വിദഗ്ധന്മാർ വളരെ പഠിച്ചെടുക്കുന്ന ഒരു നയം. അത് ആവിഷ്കരിക്കാനേ മോഡിക്കും പറ്റുള്ളൂ. നമ്മുടെ പല കാര്യങ്ങളും നോക്കണം. ചുമ്മാ നമുക്ക് ബി ജെ പിയുടെ വിരോധം ഉണ്ടെന്നും പറഞ്ഞ് നേരെ കയറിയിട്ട് ഇക്കാര്യത്തിൽ മോഡിയെ വിമർശിക്കാൻ ഒക്കില്ല. അമേരിക്കയെ പിണക്കിയും ഇസ്രായേലിനെ പിണക്കിയും നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇറാനെ പിണക്കാൻ പറ്റില്ല. ഹോർമൂസ് കടലെടുക്കണ്ടില്ലേ? അല്ല, റഷ്യയും പിണക്കാൻ പറ്റില്ല. ചൈനയും പിണക്കാൻ പറ്റില്ല. ഒരു രാജ്യത്തോടും പിണക്കാൻ പറ്റില്ല. നമ്മുടെ പണ്ടത്തെ ചേരിചേരാ നയം എന്ന് പറയുന്നതാണല്ലോ. പക്ഷേ അണ്ടർഗ്രൗണ്ടിലൊക്കെ ചില ബന്ധങ്ങളൊക്കെ പിന്നെ ഉണ്ടാവും. നമ്മളിന്നുള്ള സഹായങ്ങളൊക്കെ നമുക്ക് രഹസ്യമായിട്ട് അവരോടും ഇവരോടൊക്കെ ഈ നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. പക്ഷേ ഈ ഇറാൻ, ഞാൻ എപ്പോഴും ഇറാനെ കുറിച്ച് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുമ്പോഴേ ഒരു മനുഷ്യത്വപരമായ ഒരു സമീപനമുള്ള ഒരു ജനാധിപത്യ ഭരണ വ്യവസ്ഥയിലേക്ക് UAE പോലെയോ അറബിലെ മറ്റു രാജ്യങ്ങൾ പോലെയോ ഒരു ഭരണ സംവിധാനത്തിലേക്ക് ഇറാൻ തിരിച്ചു വരണം. ഈ കൊമേനിമാരുടെ ഈ രണ്ട് പട്ടാളം ഉണ്ടല്ലോ, ഗവൺമെന്റ് പട്ടാളമുണ്ട്, കൊമേനിമാർക്ക് വേറൊരു മതപട്ടാളമുണ്ട്. മതപട്ടാളാന്ന് തോന്നി യുദ്ധം ചെയ്യുന്നത്. മേധാവിത്വം അവർക്കാ. അപ്പൊ ഇതിങ്ങനെ ഈ രാജ്യം നശിച്ചു പോയില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാല്. തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് സ്വതന്ത്രമുള്ള ഒരു ഭരണവ്യവസ്ഥയിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നല്ലേ ഇവര്. അതത്ര എളുപ്പമല്ല. പക്ഷെ ഇവര് ചെയ്തതിന്റെ ഒക്കെ ഇവര് അനുഭവിക്കണം. കൊമേനിയെ കുറിച്ച് ഞാൻ കേട്ടത്, നമ്മൾ 5 ലക്ഷം പേരോളം മനുഷ്യൻ സദ്ദാം ചെയ്ത പോലെ 5 ലക്ഷത്തോളം ആളുകളെ കൊന്നിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ശിക്ഷ അനുഭവിച്ച പോരില്ല അങ്ങേര്. പിന്നെ അല്ലേ, ക്രൂരമാണ്. അത് തിരിച്ചാലും ആ കാര്യം കാണുന്നില്ല. ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ പെൺകുട്ടിയോട് ചെയ്യുന്ന ക്രൂരത ഭയങ്കരമാണ്. അതാരും കാണുന്നില്ല. ക്രിസ്ത്യൻസിനെ കൊന്നിട്ടുണ്ടല്ലോ. അത് ഈ ചർച്ചയ്ക്ക് വരുന്നവർ ഇത് പറയാത്തതാണ് നമ്മുടെ ദുഃഖം. അതായത് ഇസ്രയേൽ ആക്രമിച്ച് കുട്ടികൾ മരിച്ചാലും ഖമൈനി ആക്രമിച്ച് മരിച്ചാലും ഒന്നായിട്ട് കാണാൻ പറ്റണം. തീർച്ചയായിട്ടും. അത് കുട്ടികൾ എല്ലാ മരണവും ഭീകരമെന്ന് കാണാൻ പറ്റണം അല്ലേ? അതില് നമ്മുടെ വിചിന്തനം ചെയ്യുന്ന ആളുകൾ ഏകപക്ഷീയമായിട്ട് നിൽക്കുന്നു നമ്മുടെ മാധ്യമം. പക്ഷെ നിഷ്പക്ഷമായിട്ടതെ കുറിച്ച് വിലയിരുത്തുന്ന ആളുകളുണ്ട്. ചിലരുടെ പേരുകളൊക്കെ നമുക്ക് സൂചിപ്പിക്കുന്ന കുഴപ്പമില്ല. ജയശങ്കർ സാറൊക്കെ വളരെ മാന്യമായിട്ട് കാര്യത്തിൽ രണ്ടു വശം ഒരുപോലെ പറയുന്ന ആളാണ്. അതുപോലെ തന്നെ TG മോഹൻദാസ്, അങ്ങനെ കുറെ ആളുകൾ, പിന്നെ ചാനലിൽ കുറെ ആളുകളുണ്ടല്ലോ, സിനുജി, അങ്ങനെ കുറെ. നമ്മളെയൊന്നും അവർക്കറിയില്ലെങ്കിലും അവരൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അതെല്ലാം. ഇതില് മറ്റേ ഈ ഇറാന് പരാജയം കണ്ട ഹാഷ്മി താജ് ഇബ്രാഹിം കുറച്ച് ദിവസം വാർത്ത വായിക്കാൻ പോലും വരികയില്ല. ഈ 24-ലെ പിന്നെ ഞാൻ ആകാംക്ഷയോടെ കാണുകയാണ്. പുള്ളിക്ക് ആദ്യം കുറെ ഈ കഥാപ്രസംഗം പോലെ കുറെ കാര്യം. ഹാഷ്മി ഹാഷ്മിക്ക്
വാക്കുകളോടെ ഇസ്ലാമിക രാജ്യങ്ങള് ഒരു മേൽക്കൈ എടുത്തു കഴിഞ്ഞാൽ മദനി പ്രസംഗിക്കുന്ന പ്രസംഗം പറയും, വാക്കുകളൊക്കെ ചേർത്ത് വെച്ച് കേൾക്കാൻ രസം. കേൾക്കാൻ രസമാണ്, കുഴപ്പമൊന്നുമില്ല. ഉണ്ണി ബാലകൃഷ്ണന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്നും പിന്നെ അതിന് കാശ്മീർ അത് പരിപാടി ഇതൊക്കെ കൊള്ളാം. കാശ്മീർ ഏകപക്ഷീയമാണ്, ഏകപക്ഷീയമായിട്ട് ഇത്തരം ഇസ്ലാമിക് പൊളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നും. അപ്പൊ നമ്മുടെ ചാനലുകളെ ഓർത്താണ് നമ്മൾ ദുഃഖിക്കേണ്ടത്. അതെ, ഇത്രയും വാർത്താ ചാനലുകൾ ഉണ്ടായിട്ട് ഈ ഭീകരവാദത്തിനെതിരെ സംസാരിക്കാൻ അവർ തയ്യാറല്ല. ഇറാനിൽ ബോംബ് വീണാൽ അതാണ് വിഷമം. എന്നാൽ ഈ 5 ലക്ഷം പേരെ ഖൊമൈനി കൊന്ന കഥ ഇതുവരെ ഒരൊറ്റ ടെലിവിഷൻ ചാനലുകാർ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെ, പറഞ്ഞിട്ടില്ല, ആരും പറയില്ല. അവർ ഇസ്രായേൽ ഭീകര രാഷ്ട്രം എന്നാണ് പറയുന്നത്. അല്ല, ഈ ഖൊമൈനി എല്ലാം ഭീകരന്മാരായി, ഈ കക്ഷികളല്ല. ജനാധിപത്യത്തിനും മതേതരത്വത്തിനും പരിഗണന കൊടുക്കാത്തൊരു രാഷ്ട്ര സങ്കല്പത്തിന് ഇനിയുള്ള കാലത്ത് നവീകരിക്കപ്പെട്ട ലോകത്ത് സ്ഥാനമില്ല. സൗദി അറേബ്യ പോലും ആ വഴിക്ക് വരിക. പിന്നെ തീർച്ചയായിട്ടും എന്തെല്ലാം മാറ്റങ്ങൾ വന്നു. സ്ത്രീകൾക്ക് അവിടെ ഡ്രൈവ് ചെയ്യാം, അല്ലെ? അതുപോലെ തലയിൽ കൂടെ ഈ പർദ്ദയൊക്കെ ഇടുന്നതൊക്കെ അവർ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലെ? അത് മതപോലീസിനും നിയന്ത്രണമുണ്ട്. മതപോലീസിന് ഒരു അധികാരമില്ല. പിന്നെ ഡ്രൈവിംഗ് ഒക്കെ സ്ത്രീകൾക്ക് ചെയ്യാമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് പുരോഗമന ആശയങ്ങൾ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കൊക്കെ അർഹിക്കുന്ന പരിഗണനയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് രാജാവ് വെളിയിലെങ്ങാണ്ട് പഠിച്ചതാന്ന് തോന്നുന്നു, അല്ലേ? അതിന്റെ ഒരു മാറ്റമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ ഇറാനെ ഓർത്ത് നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന എന്തോ പ്രാർത്ഥിക്കുക, അല്ലെ? നമ്മൾ സ്ഥിരം പറയുന്നതിന് മതി പ്രാർത്ഥിക്കുക. അല്ലെ, നമുക്ക് എല്ലാ മനുഷ്യർക്കും സുഖകരമായൊരു കാലാവസ്ഥ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുകയും ചെയ്യാം. നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങൾ ഒരു ഏകപക്ഷീയമല്ല, പ്രശ്നങ്ങൾ തീരണം എന്നൊരു ചെറിയ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരു കാര്യം നമുക്ക് ഇത് പറയാം. നമ്മളെ ചരിത്രപരമായി ഇസ്രായേലും ഈ അറേബ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള ഈജിപ്തുമായിട്ടുള്ള യുദ്ധത്തിൽ നോക്കിക്കഴിഞ്ഞാല് ഇസ്രായേൽ അങ്ങോട്ട് കയറി അഴിച്ചിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് നമുക്ക് ഇസ്രായേൽ അങ്ങോട്ട് കയറി യുദ്ധം ചെയ്യില്ല. ഇന്ത്യയുടെ കാര്യം പറഞ്ഞ പോലാണ്. അങ്ങനെ അങ്ങോട്ട് കയറി ആക്രമിച്ചൊരു അതിർത്തി പിടിച്ചെടുക്കാനോ ഒന്നും അവർ ശ്രമിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ ഇങ്ങോട്ട് ഒരു മിസൈൽ ഇട്ടാൽ 150 മിസൈൽ അങ്ങോട്ട് വിടും. അതിനോട് 10 പേരെ കൊന്ന് 1000 പേരെ അങ്ങോട്ട് കൊല്ലും. റിട്ടാലിയേറ്റ് ചെയ്യാന്ന് പറയും. അത് നമ്മുടെ രാജ്യവും ചെയ്തിട്ടുണ്ടല്ലോ. നമ്മളെ ആക്രമിക്കുമ്പം റിട്ടാലിയേറ്റ് ചെയ്യണം. പിന്നെ സൈന്യത്തിന് വീര്യം ഉണ്ടാവില്ല. എല്ലാ കാലത്തും ഇവരുടെ അടിയും തൊഴിയും അങ്ങനെ പറ്റില്ല. അതുകൊണ്ടാണ് അവർ സൈനിക ശക്തി അവർക്കറിയാം ഈ പ്രശ്നം. അതുകൊണ്ടാണ് ഇസ്രായേൽ സൈനിക ശക്തി ആർജിച്ച് കരുതലായിട്ട് അവർ നിൽക്കുന്നത്, അല്ലേ? അതെ, ഇതിനകത്ത് ഒരു കാര്യം ചോദിക്കാറുണ്ട്, ഇവരെ നശിപ്പിച്ചാൽ എന്താ ഒറ്റയടിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ ചെയ്യാൻ പറ്റിയ കാര്യമല്ല യുദ്ധം. പല പരിഗണനകളുണ്ട്. അവിടെ മനുഷ്യരുണ്ട്. പിന്നെ തീർച്ചയായും പരമാവധി കാഷ്വാലിറ്റി കുറയ്ക്കണം. ഇങ്ങനെ ഇനിയും ഈ വൂണ്ടഡാകുന്ന ആളുകളെ പരിരക്ഷിക്കണം, നഷ്ടപ്പെടുന്നവരെ സംരക്ഷിക്കണം. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ അതൊന്നും പാലിക്കപ്പെടുകയല്ല. കാരണം ഇപ്പൊ കുട്ടികൾ തന്നെ മരിച്ചത് സത്യത്തില് സങ്കടമായി. അതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലത്. കാരണം അത് എവിടെയെങ്കിലും ഇട്ടൊക്കെ പോവായിരിക്കും അങ്ങനെ. പക്ഷെ അത് ഒരിക്കലും ആ കുഞ്ഞുങ്ങളൊക്കെ എന്ത് പിഴച്ചു സത്യത്തിൽ അതിന് വലിയ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേ നല്ല വിദ്യാഭ്യാസം കൊടുത്തും മാന്യരായി ജീവിക്കാനൊക്കെ പറ്റിയ റിസോഴ്സസ് ഉള്ള രാജ്യങ്ങളാണ്. ഞങ്ങളത് പറയുമ്പോഴത്തേക്കും ഇസ്രായേലിൽ പോയ ചരിത്രം പറയാനല്ല പറയുന്നത്. നിങ്ങൾ 7 പ്രാവശ്യം പോയാൽ ഞാൻ ആകെപ്പാട് പ്രാവശ്യമുള്ളൂ. ഞങ്ങൾ ഇസ്രായേലിൽ BC-യുടെ യാത്രയായിട്ട് 2006 തിരിച്ചു വന്നിട്ട് ഞങ്ങള് എനിക്കത് ഒമാൻ വഴിയോ കണ്ട തിരിച്ചു വന്നെന്നിരിക്കും. അങ്ങോട്ട് പോയത് ജോർദാൻ വഴിയോ പോയത്. തിരിച്ചു വന്ന കുറെ ടൈം അവിടെ എയർപോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇംഗ്ലീഷ് പത്രം അവിടെ കിട്ടി. അത് വായിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടെ ഉള്ള ദിവസം തന്നെ അതിന്റെ ഒരു ഭാഗത്ത് ഒരു കല്ലേറും ബഹളമൊക്കെ ഉണ്ടായി. ഏതോ ഒരു പാലസ്തീനും അതിലിടുന്ന ആ ഭാഗമുണ്ടല്ലോ അവിടെ എവിടെയോ. അപ്പൊ ഒരു കൊച്ചൻ, ഒരു പാലസ്തീൻകാരൻ, ഒരു കൊച്ചൻ ഇസ്രായേൽ ടാങ്കിനെതിരെ കല്ലെറിയുന്ന പടമാണ്. ഇസ്രായേലിന്റെ ടാങ്കിനെതിരെ ഒരു കുഞ്ഞ് പലസ്തീൻ പയ്യൻ കല്ലെറിയുക. ഒരു ഫോട്ടോയെ നമ്മളിത് ക്യാപ്ഷൻ വായിച്ചപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ കുഞ്ഞിനെ എന്തോ ഈ പഠിപ്പിക്കുന്നവര്? ഇതിനെ ജനാധിപത്യത്തോടുള്ള ദാഹവും സ്വാതന്ത്ര്യ ദാഹവും ഒക്കെ ഇട്ട ഈ സ്വാതന്ത്ര്യം എന്താ? ഇവിടെ ഇലക്ഷൻ നടക്കുന്നുണ്ടോ ന്യായമായിട്ട്? ഇല്ല. അതാണ് റഫറണ്ടം നടത്തി കയറുകയാണ്. അവിടെ ഈ ജനാധിപത്യ ദാഹമാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്. കുഞ്ഞിനോട് ചെറുബാല്യം മുതലേ ഇത് ശത്രുവാന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. ഇതേ ക്ലാസ്സാ പാകിസ്ഥാനിൽ നടക്കുന്നത്. ഓരോ ഇന്ത്യക്കാരനും ശത്രുവാണെന്ന് പറഞ്ഞു. അത് ഈ മതമല്ലേ ഈ ദോഷം? മതത്തിന്റെ ആശയങ്ങളല്ലേ? മുളിച്ചെല്ലും ബഹൂറിമാരെയും സ്വർഗമൊക്കെ കിട്ടും, നീ ഇവിടെ തട്ടിക്കോ, ഇസ്ലാം അല്ലേ? അള്ളാഹുവിനെ അംഗീകരിക്കാത്തവനെ കൊല്ലണം, അതല്ലേ? അതെ, അതൊരു അല്ലേ? അങ്ങനല്ലേ? എന്റെ അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾ അത് കൂടുതൽ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അത് ഇനി അത് പോട്ടെ. ഇപ്പൊ ഇറാൻ ഇതിനകത്ത് പറ്റിയ വലിയൊരു പരാജയം അടുത്തടുത്ത രാജ്യങ്ങളെല്ലാം കയറി അടിച്ചു.
അതെ അതെ. അത് ഉണ്ടാക്കിയ പ്രശ്നം വലുതാണ്. ആ മുറിവൊന്നും പെട്ടെന്ന് ഉണങ്ങുന്നില്ല. അതെന്താണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞില്ല. എന്തോ ഒരു അത് ഇവരെ കൂടെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കിയാലേ ഇതുവഴി ഒരു പ്രഷർ കൊടുക്കാന്നുള്ള ഉദ്ദേശിച്ചത്. ഓ ഓ ആ പ്രഷർ വഴി ഇത് നിൽക്കുമെന്നൊക്കെ ഓർത്തത്. പക്ഷെ മറ്റവർ പ്ലാൻ ചെയ്ത് വരുന്ന പരിപാടിയാണ്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇവരുടെ പ്രഷർ കൊണ്ടൊന്നും അവര് ഓ ഇല്ല, അങ്ങനെ ഇവർക്ക് പ്രഷർ ചെലുത്താൻ പറ്റിയല്ല, പരിധിയുണ്ട്. എല്ലാ വികാരവും അവർക്കെതിരെ തിരിച്ചു വിട്ടാലും ഇപ്പം നമ്മൾ കുറെ പേര് പ്രതിഷേധിച്ച പ്രത്യേകിച്ച് അമേരിക്ക ഇസ്രയേലിനെയും ബാധിക്കില്ല. അത് സ്വയം പര്യാപ്ത രാജ്യങ്ങളാണ്. നമ്മളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നും അവിടെ ഇല്ല. അവർക്കൊന്നുമില്ല, പോപ്പുലേഷൻ കുറവ്. അപ്പം നമുക്ക് അവരെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളെ ഇതര രാജ്യങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് പോലെ അമേരിക്ക ഇസ്രയേലിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഇന്ത്യക്ക് ആയുധങ്ങളില്ലേ, ഈ ബന്ധങ്ങളുണ്ട്. പിന്നെ ഫോർട്ട് ഉണ്ട് അവിടെ. ഈ നമ്മളൊരു ഇടനാഴിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇന്ത്യ ഇവിടെ വരെ ഉൽപ്പന്നം കൊണ്ടുവരാനും ഒക്കെ ആയിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ ഈ ഇന്നത്തെ ഹോർമൂസ് കടലെടുക്കിന്റെ ഒക്കെ പ്രസക്തി പോലും നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് കാലം പോവുകയാണ്. ആ യുദ്ധം നീണ്ടു നിൽക്കുന്ന യുദ്ധം, ഈ ഇതെല്ലാം ഇപ്പൊ ഇറാഖിന്റെ കാര്യം തന്നെ അറിയാം. ചിത്രത്തിൽ പോലും ഇല്ലല്ലോ ഇറാഖ്. അതെ, വലിയ പ്രതാപവും കാര്യങ്ങളും ഒന്നും ഇല്ല. ഇറാഖും വലിയ ദുരിതത്തിലാണെന്നാ കേൾക്കുന്നത് നമ്മള്. ഏതായാലും യുദ്ധം എത്രയും വേഗം അവസാനിക്കട്ടെ. നമ്മളെ എല്ലാവരും ബാധിച്ചിട്ടുണ്ട്. വിദേശത്ത് ഞങ്ങൾ ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. വരുമെന്ന് നോക്കിയിരുന്നിട്ട് ഇന്ന് വരും നാളെ വരും പ്രശ്നം തീരുമെന്ന് പറഞ്ഞിട്ട് അവരെ കാണാൻ കഴിയുന്നില്ല. എല്ലാ കുടുംബങ്ങളും അന്തർദേശീയ ബന്ധങ്ങളെയൊക്കെ ബാധിച്ചിട്ടുള്ള ഒരു വിഷയമാണ് എല്ലാ നിലകളിലും. അപ്പൊ ഇതിന് സമാധാനപരമായ ഒരു തീർപ്പ് ഇനിയെങ്കിലും ഒരു ജനാധിപത്യ വ്യവസ്ഥയിലേക്ക്, അല്ലേ, മതമില്ലാത്ത മനുഷ്യനെ ഒന്നായി കാണുന്ന ഒരു ലോകം ഇറാനിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതെ, മതം ഉണ്ടായിക്കോട്ടെ, ആ മതത്തിന് കാലികമായ വ്യാഖ്യാനങ്ങൾ കൊടുക്കണം. മതഭീകരത, മനുഷ്യത്വത്തെ നിരസിക്കുന്ന ഒന്നും വെച്ചു ഉറപ്പിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ താങ്ക് യു. ഓക്കെ, ബൈ.